വണക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ചേട്ടൻ നാട്ടിൽ നിന്ന് വന്നപ്പം എൻ്റെ മമ്മി കൊടുത്തു വിട്ടതാണ് ഈ കരുവാട്. അപ്പോൾ ഈ കരുവാടിൻ്റെ തലയും മുള്ളൊക്കെ എടുത്ത് മാറ്റി വെച്ചു, ക്ലീൻ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ ഓരോ പാക്കറ്റിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയം എടുക്കാമെന്നുള്ള രീതിക്ക്. അപ്പോൾ കുറച്ച് നൊത്തോലി കരുവാട് എടുത്തിട്ട് കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ വറ്റിച്ച് വയ്ക്കാമെന്ന്. അപ്പോൾ ആദ്യം പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് സവാള, പച്ചമുളക്, തക്കാളി, കരുവേപ്പില ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നൊത്തോലി കരുവാടും കൂട്ടി ഇട്ട് ഇതിൽ വഴറ്റണം നല്ലതുപോലെ. അതിനുശേഷം ഇതിൽ പുളി വെള്ളമാണ് ആദ്യം ഒഴിച്ചിട്ട് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഈ കരുവാടിൻ്റെ വല്ല സ്മെല്ലല്ലതുണ്ടെങ്കിൽ മാറി കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിന് എടുക്കേണ്ട അരപ്പ് തേങ്ങ എടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൊച്ചുള്ളി, ജീരകം ഇട്ടിട്ട് നല്ല മഷി പോലെ അരയ്ക്കരുത്, കുറച്ച് അവിയലിൻ്റെ ഒരു പരുവത്തിന് എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ വറ്റിച്ചെടുക്കുക കേട്ടോ, ഇതുപോലെ വറ്റിച്ചെടുക്കുക. ഇതിൻ്റെ കോമ്പിനേഷൻ പഴങ്കഞ്ഞിയാണ്. ഈ പഴങ്കഞ്ഞിയിൽ തൈരും കൊച്ചുള്ളിയും കരുവേപ്പില, പച്ചമുളകൊക്കെ ഇട്ടിട്ട് തലേ ദിവസം ഇട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഈ നൊത്തോലി കരുവാടും കൂടെ വെച്ച് കഴിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ. എൻ്റെ ഡാഡിക്ക് പഴങ്കഞ്ഞി നല്ല ഇഷ്ടമാണ്. ഇന്ന് എൻ്റെ ഡാഡിയുടെ ബർത്ത്ഡേയും കൂടെ ആണ് കേട്ടോ. എൻ്റെ ഡാഡിക്ക് 16+ ആയി. അപ്പോൾ പിന്നെ എൻ്റെ ഡാഡി രാവിലെ പോയി മീനൊക്കെ മേടിക്കും കേട്ടോ. 3 നേരം മീനാണ് കഴിക്കുന്നത് കേട്ടോ. എൻ്റെ ഡാഡി വേറെ അത്ര ഒന്നും കഴിക്കാറില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.